അങ്ങനെ ഡമ്മി വെച്ച് പറ്റിച്ച് നാഗവല്ലിയെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഇനി നാഗവല്ലിയുടെ പ്രേതം ഇവിടെ തിരിച്ചു വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് എനിക്ക് അമേരിക്കയിൽ എത്തണം. അമ്പട കേമ സണ്ണിക്കുട്ട അറിയാവോ, 10 തലയാ, തനി രാവണനാ. എന്നിട്ടും ഇന്നലെ കട്ടളപ്പടി ഇടിച്ചാ നിന്നെ. എങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ട്? തിരുമേനി, എന്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ശ്രീദേവിയെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ പോയി 1-2 കൊച്ചു പ്രബന്ധങ്ങളൊക്കെ എഴുതി സുഖമായിട്ട് അങ്ങനെ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ നീ അവിടെ പോയി പ്രബന്ധങ്ങളില്ല, ശ്രീദേവിയുടെ പ്രസവങ്ങളായിരിക്കും. എന്താ തിരുമേനി? എന്താ 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 അല്ല, അവിടെ ചെന്നിട്ട് നീ ഒരുപാട് പ്രബന്ധങ്ങൾ എഴുതാൻ നിന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു തരാൻ മോനെ. ഇതെന്താ തിരുമേനി? പലതരം ലോക്കുകളും കണ്ടിട്ടുണ്ട്, ഫേസ് ലോക്ക്, ഫിംഗർ ലോക്ക്. ഇതെന്ത് തരം ലോക്കാണ്? ഇതാണ് കുഞ്ഞെ പൊക്കിൾ ലോക്ക്. പൊക്കിൾ ലോക്കോ? മനസ്സിലായില്ല. എടാ, കുടുംബത്തിന്റെ സാമ്പത്തിക ബന്ധത്തിന് നല്ലതാ പെണ്ണുമ്പിള്ള പിടിക്കാതിരിക്കാൻ. വേണമെങ്കിൽ ഒന്നും കൂടെ കാര്യം. ഹലോ, നീ എന്താടാ കഴിഞ്ഞ ദിവസം മേടിച്ച് ഇറച്ചിയുടെ പൈസ തരഞ്ഞത്? ഈ വിളിച്ച ആള് വേണ്ടത്ര അങ്ങോട്ട് മനസ്സിലായില്ല. എനിക്കെങ്ങനെ മനസ്സിലാവാൻ? തിരുമേനിയുടെ ഫോണിലല്ലേ കോൾ വന്നത്, എനിക്കറിയാവത്. എടോ, നമ്മൾ ആ നാഗവല്ലിയെ ഒഴിപ്പിക്കാൻ വേണ്ടി മറ്റേ ശങ്കരൻ തമ്പിയുടെ ബാക്കിൽ നമ്മൾ 1 കിലോ ഇറച്ചി വെട്ടി ഓർമ്മ. അത് വെച്ച് കെട്ടിയതല്ലോ ശങ്കരൻ തമ്പിക്ക്, അവിടെ സ്ഥിരമുള്ളത് തന്നെ അല്ലേ അതൊക്കെ? അതല്ല, അതിന്റെ പുറകെ പലകയില് നമ്മൾ 1 കിലോ ഇറച്ചി വെച്ച ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ ഇറച്ചിയുടെ പൈസ കൊടുക്കാൻ വേണ്ടി ഇറച്ചിക്കടക്കാരൻ വിളിക്കുക. അത് അന്ന് തന്നെ ഞാൻ അയച്ചു കൊടുത്തതാണല്ലോ. ഗൂഗിൾ പേയിലോ? ഗൂഗിൾ പേയിലല്ല, വാട്സപ്പിൽ. എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത മെസ്സേജ് ഞാൻ അന്ന് തന്നെ അയച്ചു കൊടുത്തതാണ്. ഒരുമാതിരി. അപ്പൊ തിരുമേനി, നാഗവല്ലിയെ ഒഴിപ്പിക്കാൻ എന്നോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് നന്ദി. നമുക്കിനി അമേരിക്കയിൽ വെച്ച് കാണാം. അയ്യോ, എന്റെ നടത്തേക്ക് ഒരു വ്യത്യാസം. ഏവൂര് വരെ ഗംഗയുടെ ബാല്യത്തെ പറ്റി അറിയാൻ 10-70 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി കാലിന്റെ 2 തൊടയാണെന്ന്. എനിക്കിപ്പോ നടക്കാൻ വയ്യ തിരുമേനി. താൻ നടക്കുമ്പോ സൂക്ഷിച്ചടക്കണം, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും താൻ ബോൾ തട്ടിക്കൊണ്ട് നടക്കുമായിരിക്കും. നകുല എവിടാ? അവിലോ? അത് അടുക്കളയെ കാണും. ഇത്തിരി ശർക്കരയും തേങ്ങാക്കൊത്തോട്ട് നനച്ച് തിന്നാൻ നല്ല സ്വാദായിരിക്കും. എന്ത് അവില്? എന്റെ തിരുമേനി, അവിലല്ല. എന്റെ സുഹൃത്ത് നകുലൻ എവിടെയെന്ന് ചോദിച്ചതാണ്. അത് ശരി, അപ്പൊ നീ അങ്ങ് കൽക്കത്തയിൽ എത്തിയല്ലേ? അപ്പൊ തൃശ്ശൂർ എടുത്ത് മടുത്തു, ഇനി അവൻ കൽക്കട്ടയും കൂടി ഉള്ളെടുക്കാൻ. നകുല, എടാ നകുല, ഗംഗ എവിടെ? വാരണാസിയിലല്ലോ. എന്ത് ഗംഗ? എന്റെ തിരുമേനി, എന്റെ നകുലന്റെ ഭാര്യ ഗംഗ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ തിരുമേനി, വീടും പൊട്ടിക്കെട്ടി എല്ലാരും പോയിട്ടും ഇങ്ങേർക്ക് ഇത്രയും നേരമായിട്ട് ഈ കോസ്റ്റ്യൂം അടിച്ചു വെക്കാനുള്ള സമയം കിട്ടിയില്ലേ? കോമാളി വേഷം അഴിച്ചു വെച്ച് കോളേജിൽ പോയി 10 വർഷം പഠിപ്പിക്കാൻ നോക്കണം. നിങ്ങൾക്കത് കോമാളി വേഷം. നാഗവലിനെ കളിപ്പിച്ച് ഇവിടുന്ന് ഒഴിപ്പിച്ച് പോകാൻ വേണ്ടി 10 മിനിറ്റ് എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞ രാമൻ നായരായിട്ട്. രാമൻ നായരല്ല, രാമനാഥൻ. എന്തെങ്കിലും ആയോട്ടെ, പെട്ടത് ഞാനല്ലേ. ഇപ്പൊ എന്ത് പറ്റിയടോ? നാഗവലിനെ ഒഴിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയി. മഹാദേവനായ എന്റെ ദേഹത്താണ് ഇപ്പൊ രാമൻ നായർ കൂടിയിരിക്കുന്നത്. രാമൻ നായരല്ല, രാമനാഥൻ. ഞാൻ പുളിച്ചാലും തെറി പറഞ്ഞു തരും. രാമനാഥൻ, രാമനാഥൻ എന്റെ ദേഹത്ത് നിന്ന് ഒഴിപ്പിച്ചിട്ടാ ഇറങ്ങി പോവാൻ പറയണോ? അങ്ങനെ ഇറങ്ങി പോവാൻ എന്റെ വീട്ടിൽ വാടകയ്ക്കല്ല താമസിക്കുന്നത്. തിരുമേനിക്കറിയോ, ഇപ്പൊ രാവിലെ 2 പ്രാവശ്യം എനിക്ക് ബാത്റൂമിൽ പോകണം. അതെന്തിനാ? ഒന്ന് എനിക്ക്, പിന്നൊന്ന് രാമനാഥനും. അവനാണെങ്കിൽ മുടിഞ്ഞൊരു ദുശീലം. അവന് വീഡിയോ വലിച്ചാലേ കക്കൂസി പോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വീഡിയോ വലിയും തുടങ്ങി. ഇപ്പൊ എന്താ അതിന്റെ കാര്യം എന്താണെന്ന് പറയാ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി എപ്പോഴാണ് ഈ രാമനാഥൻ വന്ന് കയറുന്ന പറയാൻ പറ്റില്ല. ഞാൻ ഇറങ്ങുമ്പോ പെട്ടെന്ന് രാമനാഥൻ കയറും. അപ്പൊ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം ഞാൻ വശീകരിച്ച് അങ്ങനെ വലിച്ച് എല്ലാവരും വീട്ടിൽ കൊണ്ടാക്കി. കേസ് വേറെ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ പ്രൊഫസറായി നല്ല ജെന്റിൽമാനായിട്ട് കോളേജിലേക്കൊക്കെ ഇങ്ങനെ പോയിരുന്നു. ഇവനായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കോളേജിലായിട്ട് പൊക്കി ഇങ്ങനെയാ. അതുകൊണ്ട് തിരുമേനി എങ്ങനെയെങ്കിലും എന്റെ ദേഹത്തുനിന്ന് ഒന്നിറക്കിയതാ, ഞാൻ കാല് പിടിക്കാം. മല പോലെ വന്നവൻ ബോൾ പോലെ പോയ പോക്ക് കണ്ടില്ലേ? തിരുമേനി, ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യമാണ്. ഇതിനൊരു പോംവഴി തിരുമേനി പറഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യം ചെയ്യാം, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ആരെടുത്ത് പുറത്തിടാൻ? അവരെല്ലാം വീടും മുട്ട് കെട്ടി പോയെന്ന് നേരത്തെ പറഞ്ഞല്ലേ ഞാൻ. എന്നാ പിന്നെ നമുക്ക് ആ പറമ്പിൽ പോയി കുത്തിയിരുന്ന് സംസാരിക്കാം. ഹലോ തിരുമേനി, ഒരു കാര്യം പറയാനുണ്ട്. നീ രാമനാഥനായിട്ടാണോ അതോ മഹാദേവനായിട്ടാണോ? മഹാദേവനായിട്ട്. ഓക്കെടാ. തിരുമേനിക്ക് മുണ്ടൂർ അറിയോ? മുണ്ടൂർ അറിയാം. അവിടെ ഒരു പാർവതി വാസിയാരെ അറിയോ? അറിയാം. അവരെല്ലാം ഒരു മകളുള്ള കാര്യം അറിയോ? അതെല്ലോടോ ഞാൻ പറഞ്ഞേ, എനിക്ക് മുണ്ടൂർ അറിയാം.
വിശന്ന് വലഞ്ഞു കയറി വന്ന എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതാടോ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവിടെ കയറി പോക്കരുത്തരം കാണിക്കണം അല്ലേ? തിരുമേനി, ഇതിപ്പോ അയാളുടെ ദേഹത്ത് രാമദേവന്റെ ബാധ കൂടിയിരിക്കുകയാണ്. ഇതിനെ ഇപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിപ്പിച്ചേ പറ്റൂ. സണ്ണി, ഏ. മാത്രമല്ല പിന്നെ? ഏതോ കൊരങ്ങനും കൂടി കയറിയിട്ടുണ്ട്. 2 ബാധയാ അങ്ങനെ കയറിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ ഒഴിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ. വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട്. ഇപ്പൊ ഇത് നോർമലായെന്നാ തോന്നണേ. വീണ്ടും നമ്മളെ വശത്താക്കി. മണി തിങ്കളാസ് അരൂസിയിലെ ദേവല്ലി. മഹാദേവ, തിരുമേനി എനിക്കെന്ത് പറ്റി? തിരുമേനി എനിക്കെന്ത് പറ്റി? ഹേയ്, ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്നു രക്തത്തെ കുടിക്കണം. തിരുമേനി എനിക്കെന്ത് പറ്റി? തിരുമേനി അന്യം കളിച്ച് വശത്താക്കാൻ നോക്കുന്നൂടാ. അവിടെ തിരുമേനി, നമ്മൾ അതും ഇതും പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. ഇവിടെ തിരുമേനിയുടെ എന്തെങ്കിലും മന്ത്രമുണ്ടെങ്കിൽ നമുക്ക് പ്രയോഗിച്ച് ബാധ ഒഴിവാക്കാം. ശ്ശോ, എന്റെ തിരുമേനി, നിങ്ങൾ ഈ ചന്തിക്ക് ടാറ്റയും കുറിച്ച് നടക്കാതെ എന്തെങ്കിലും ഒരു കോമഡി പറയും തിരുമേനി. അതല്ല, എന്റെ മനസ്സിൽ ഒറ്റ ഒരു ഐഡിയ വരുന്നുള്ളൂ. പറയോ? ഒരേ ഒരു ഐഡിയ മാത്രമേ വരുന്നുള്ളൂ. പറഞ്ഞോളൂ. ഒരു കാര്യം ചെയ്യാം, ഈ മഹാദേവന് നമുക്കൊരു ബാലെ ട്രൂപ്പ് ഇട്ട് കൊടുക്കാം. എന്റെ തിരുമേനി, ബാലെ ട്രൂപ്പ് ഇട്ട് കൊടുത്താൽ ഈ മഹാദേവന്റെ ഭയത്തിൽ നിന്ന് രാമനാഥൻ എങ്ങനെ ഒഴുങ്ങി പോകും? നമുക്ക് ഇവനെ ബാലയ്ക്ക് പറഞ്ഞു വിടുമ്പോ ദീപം പരിപാടിക്ക് പോകുമ്പോ നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് ചാടാം. തിരുമേനി, ഞാനൊരു കാര്യം പറയാം. ഈ കൊരങ്ങനെ കൊണ്ട് നമ്മൾ നാഗവല്ലിയെ ഒഴിപ്പിച്ചതുപോലെ ഈ രാമനാഥനെ ഒഴിപ്പിക്കാനായിട്ട് ഒരു സൈക്കാട്രിസ്റ്റും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. നീ ഭ്രാന്താന്ന് എല്ലാവർക്കും അറിയാം. നീ സഞ്ചരിച്ചാ മതി. താണ്ട ഡയലോഗ് ഇല്ലാത്തോണ്ട് കൈ നിന്നിട്ട് കളിച്ചു കയറ്റാൻ നിൽക്കുന്നു. തിരുമേനി, ഐ ആം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവേർഷൻ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കാട്രി. നന്നായി മോനെ. നീ 10ാം ക്ലാസ് ഇതുവരെ കാണാതെ പഠിച്ചിരുന്നെങ്കിൽ ഈ ഇംഗ്ലീഷിന്റെ മറുപടി എനിക്ക് പറയാൻ അറിയാത്തോണ്ടല്ല, ഞാൻ സംസ്കൃത വായ്പ. അത് പുതിയതല്ല, പഴയത്. തിരുമേനി, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എനിക്കിവിടെ തിരുമേനിയുടെ മന്ത്രവാദക്കളമോ ആവാഹന ക്രിയകളോ ഒന്നുമല്ല വേണ്ടത്. ഇവിടെ നമ്മൾ നാഗവല്ലിയെ പുനർജനിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ നാഗവല്ലിയെ കൊണ്ട് നൃത്തം കളിപ്പിച്ച് രാമനാഥനെ ഒഴിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നൃത്തം ചെയ്യാൻ ഒരു കുട്ടിയെ വേണം. ആ കുട്ടീനെ എവിടുന്ന് കൊണ്ടുവരാനാ? എല്ലാം പൂട്ടിക്കെട്ടി പോയില്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരത്തേക്ക് നാഗവല്ലിയായി തിരുമേനി ഒന്ന് നൃത്തം ചെയ്യാവോ? നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. തിരുമേനി, നിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ നിനക്ക് വേണ്ടി എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാ. അങ്ങനെയാണെങ്കിൽ തിരുമേനി എന്നെ അനുഗ്രഹിക്കണം. തിരുമേനി റെഡി ആയിക്കോളൂ, പൊക്കോളൂ. മിസ്റ്റർ രവീന്ദ്രൻ, നീ ഇതിനാടാ? ഞാൻ രാമനാഥൻ. മുഖത്തിന് ചേരാത്തൊരു പേര് രാമനാഥൻ. നീ അതിന് കയറി പിടിക്കാത്ത കാര്യം പറ. നീ എതുക്കാക ഇപ്പൊ ഇങ്ങേ വന്നേ? എനിക്ക് നാഗവല്ലി വേണം. നാഗവല്ലിയെ ഞാൻ നിനക്ക് കൊണ്ടുതരാം. നാഗവല്ലിയെ കിട്ടിക്കഴിഞ്ഞാൽ നീ ദേഹം വിട്ടു പോവോ? പോകും. ഉറപ്പാണ്? പോകും. അതേ അവസാനം നീ എന്നെ തേക്കോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൈ അടിച്ച് സത്യം ചെയ്. സത്യം. ഒരിക്കലോട്ട് സത്യം ചെയ്. സത്യം. അമ്മയെ കൊണ്ട് സത്യം ചെയ്. അമ്മേ, സത്യം. എന്റെ ദൈവമേ, ഒരു വഴിക്കാണ് ഈ രാമനാഥന്റെ ബാധ ഒഴിപ്പിക്കുന്നത്. അപ്പതേ സത്യന്റെ ബാധയും കൂടി. തിരുമേനി, ഇനി പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. തിരുമേനി, നമുക്കിനി എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ബാധ ഒഴിപ്പിച്ച് രക്ഷപ്പെടണം. വിളവെടുക്കും കണ്ണീരിൻ കഥ നിറഞ്ഞോരി ഹിന്ദിമി ഹിന്ദിമി താരോ തെയ്യന്താരോ ഹിന്ദിമി താരോ തെയ്യന്താരോ ഹിന്ദിമി താരോ ഹിന്ദിമി താരോ ഹിന്ദിമി താരോ ഹിന്ദിം താരോ തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ. ഓക്കെ, സക്സസ്. ഡാൻസ് കളിപ്പിച്ച് നാഗവല്ലിയെ ഒഴിപ്പിച്ചതുപോലെ രാമനാഥനെ ഡാൻസ് കളിച്ച് തളർത്തിയിട്ട് ഇവിടെ തിരുമേനിയിട്ടിരിക്കുന്നു. ഇതാണ് പറ്റിയ അവസരം. മഹാദേവൻ, നിങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഉണരുകയാണ് നിങ്ങളുടെ പൂർവ്വ മനസ്സിലേക്ക്. സ്ലോലി വേക്കപ്പ്, സ്ലോലി വേക്കപ്പ്. ലാഗടിക്കാനും നിനക്ക് അറിയാമെങ്കിൽ പിന്നെ നേരത്തെ എഴുന്നേറ്റൂടെ എഴുതിയങ്ങാട്ടെ. നീ ഇപ്പോൾ ആരാണ്? മഹാദേവൻ എന്ന സത്യം നീ തിരിച്ചറിയുന്നുണ്ട്? അറിഞ്ഞു. ഉറപ്പാണ്? യെസ് തിരുമേനി, നമ്മുടെ പ്ലാനിങ്ങുകളെല്ലാം വിജയിച്ചു. നമ്മുടെ പ്ലാനിങ് വിജയിച്ചു തിരുമേനി. തിരുമേനി,
ഏയ്, അയ്യോ, ദാ വേറെ ആരാ വന്നിരിക്കുന്നത്? നിങ്ങൾ ആരാണ്? நான் யாருன்னு கேக்குறா? நான் தாண்டா நாகவள்ளி சண்டாளா. അയ്യോ, ഒരാളെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ രണ്ടുപേര് വന്നിരിക്കുന്നത്. നീ എതുക്കാക ഇപ്പൊ ഇങ്ങ വന്നേ? எனக்கு அவனை வேணும். ആര്? ഭയങ്കര കമ്പി. ഭയങ്കര കമ്പി, അല്ല, അതാര്? ശങ്കരൻ തമ്പി. എന്റെ ദൈവമേ, ശങ്കരൻ തമ്പിയുടെ ഡ്യൂപ്പ് ചെയ്ത് നകുലൻ കൽക്കട്ടയിൽ പോയിരിക്കുകയാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, ആ. വണ്ടിയിലേക്ക് കൽക്കട്ടയിലേക്ക്. എന്തിന്? അല്ലെങ്കിൽ അവർ ചോദിക്കും ഇതിന്റെ ക്ലൈമാക്സ് എവിടെ? ആ. അതിന്റെ ക്ലൈമാക്സ് കൽക്കട്ടയിൽ വെച്ച്. അയ്യോ, रब 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 तेरा रब मेरा रब तेरा रब मेरा रब 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 तेरा रब मेरा रब तेरा रब मेरा रब तेरा रब मेरा रब तेरा रब मेरा रब. തിരുമേനി, ദേ വേറൊരു ബാധ. തിരുമേനി അല്ലടാ, നാഗവള്ളിടാ. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.